ഹലോ, കഴിഞ്ഞ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഇടപ്പാളയം വാച്ച് ടവറിൽ എത്തിയെന്നും ബോട്ടിങ്ങും ട്രക്കിങ്ങും പിന്നെ രാത്രിയിലെ കാഴ്ചകളും എല്ലാം കൂടി ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അന്ന് സുഖമായിട്ട് കടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ തന്നെ എണീറ്റു. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുന്നേ തന്നെ കിളികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേട്ട നമ്മൾ എണീറ്റ്. വെറുതെ അവിടെ ഇരുന്നാൽ തന്നെ എന്തൊരു സമാധാനമാണെന്നറിയുമോ. നമ്മൾ ടവറിൻ്റെ താഴെ വന്ന് നോക്കിയപ്പോഴേക്കും ഇതേ ഒരു കാട്ടി, അതൊരു ആൺകാട്ടിയാണേ. ആൺകാട്ടികൾക്ക് പെൺകാട്ടികളെക്കാട്ടിലും വലിപ്പം കൂടുതലായിരിക്കും. നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയതും അത് ഓടി അപ്പുറത്തെ കാട്ടിലേക്ക് പോയി. കാറ്റിൽ സ്പീഷീസിൽ ഏറ്റവും വലുപ്പമുള്ള വർഗമാണ് കാട്ടികളുടെ. കാടും കണ്ടൊരു കട്ടൻ കുടിച്ചതിന് ശേഷം നമ്മൾ ട്രക്കിങ്ങിന് പോകാൻ റെഡിയായി. രാജീവ് ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ട്രക്കിംഗ് ഗൈഡ്. ട്രക്കിംഗ് പാത്തിൽ എന്തെങ്കിലും ഒരു മരച്ചില്ലകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനാണ് കയ്യിൽ കത്തി കരുതിയേക്കുന്നത്. ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും ആനിമൽ അറ്റാക്ക് വന്നാലും നമുക്കത് ഉപയോഗിക്കാമല്ലോ. ഇനി ട്രക്കിംഗ് റൂട്ടിനെ പറ്റി പറയാം. ഇതൊരു ഷോർട്ട് ട്രക്കാണ്. ഇടപ്പാളയം വാച്ച് ടവറിൻ്റെ ബാക്കിലോട്ടാണ് നമ്മൾ ട്രക്ക് ചെയ്തു പോകുന്നത്. ഈ കാണുന്ന റിസർവോയറിൻ്റെ ഓരത്തൂടെ നടന്ന് നമ്മൾ ഈ പോയിന്റ് ചെല്ലും. അവിടെ നിന്നും നമ്മൾ കൊടും കാട്ടിലൂടെ കയറി ഇങ്ങേയറ്റത്തുള്ളൊരു പോയിന്റിലേക്ക് വരും. ഈ പോയിന്റിൽ നിന്നും നമ്മുടെ വാച്ച് ടവറിൻ്റെ മുമ്പിലുള്ള പുൽമൈതാനത്തിലൂടെ നടന്ന് തിരിച്ച് വാച്ച് ടവറിലേക്ക് നമ്മൾ എത്തും. ഇതാണ് ഇന്നത്തെ ട്രക്കിംഗ് പ്ലാൻ. ഇനി ഞാൻ മ്യൂസിക് ഓഫാക്കാം. നിങ്ങൾ ഈ ശബ്ദം കേട്ടോ. വാച്ച് ടവറിൻ്റെ പുറകിലൂടെ നടന്ന് നമ്മൾ ഏകദേശം റിസർവോയറിൻ്റെ അടുത്തെത്തി. ഈ പെരിയ ടൈഗർ റിസർവ് ഏകദേശം 925 സ്ക്വയർ കിലോമീറ്ററാണ് വിസ്തീർണം. ഓർക്കണം, കോട്ടയം ജില്ല 2200 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം മാത്രമാണുള്ളത്. കോട്ടയം ജില്ലയുടെ പകുതിയുണ്ട് ഈ പെരിയ ടൈഗർ റിസർവ് മാത്രം. നമ്മളൊന്നും കാണാത്ത, മനുഷ്യരൊന്നും എത്തിപ്പെടാത്ത, എന്തിന് വെളിച്ചം പോലും എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ ഈ പെരിയ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മളങ്ങനെ നടന്ന് നമ്മുടെ ട്രക്കിംഗ് പാത്തിൻ്റെ ഒരു എൻഡ് പോയിന്റിലേക്ക് എത്തി. രാജീവ് ചേട്ടൻ എന്നാ നോക്കുന്നതെന്ന് മനസ്സിലായോ? കഴിഞ്ഞ ദിവസമല്ലോ ടൈഗറോ മറ്റു മൃഗങ്ങളോ ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഫുട് പ്രിൻറ്റ്സ് നോക്കുക. നിങ്ങൾക്കറിയുമോ, ഈ ലോകത്തിലേക്കും തന്നെ ഏറ്റവും പഴയ ഗ്രാവിറ്റി ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം. എന്താ ഗ്രാവിറ്റി ഡാം എന്നല്ലേ? ഡാമിലെ വെള്ളത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എനർജിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൊണ്ട്, അതായത് ഡാമിൻ്റെ സ്ട്രക്ചറും കൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നതിനാണ് ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. ഉൾവനത്തിലോട്ട് കയറുന്നതിന് മുമ്പ് രാജീവ് ചേട്ടൻ ഒരു കമ്പ് ഒടിച്ചങ്ങെടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴി തന്നെ ഒരുപാട് ചെലന്തി വലകൾ കാണും. അപ്പോൾ അതിനേക്ക് ഇങ്ങനെ വീശി വീശി മാറ്റാൻ വേണ്ടിയാണ് കമ്പെടുത്ത്. കാടിനകത്തോട്ട് കയറിയപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ടെറൈനേ അല്ല. വെളിച്ചം നന്നായി കുറഞ്ഞു. ഇത്രയും മരം കുറവായിട്ട് കൂടി നമുക്ക് വെളിച്ചം കുറഞ്ഞെങ്കിൽ കൊടും കാടിൻ്റെ നടുക്ക് ഒരു തരി വെളിച്ചം അകത്തോട്ട് ചെല്ലില്ല എന്ന് പറയുന്നത് എന്ത് സത്യമാണ്. നടക്കുന്ന വഴി രാജീവ് ചേട്ടൻ പറയുമായിരുന്നു, നമ്മൾ ഏത് മൃഗത്തിൻ്റെ ഫ്രണ്ടിൽ പെട്ടാലും സൂക്ഷിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ കരടിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറച്ച് ടാസ്ക്കാണ്. എല്ലാ മൃഗവും നമ്മൾ അതിനൊരു ഉപദ്രവമാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളെ ഉപദ്രവിക്കുകയുള്ളൂ. പക്ഷെ കരടി അങ്ങനല്ല. അല്ലെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതാണ് ബ്രാക്കറ്റ് ഫംഗി, ചട്ടിപ്പായ എന്ന് മലയാളത്തിൽ പറയും. ട്രഡീഷണൽ മെഡിസിൻസിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ?
കടുവ കാട്ടയെ കഴിച്ച ശേഷമുള്ള അതിൻ്റെ ഡ്രോപ്പിങ്സ് ആണ്. നമ്മൾ നടന്ന് നടന്ന് കാടിൻ്റെ ഇങ്ങേയറ്റത്ത് വന്നു. ദേ നമ്മുടെ വാച്ച് ടവർ കണ്ടോ? നമ്മൾ അവിടുന്ന് ഇങ്ങനെ നടന്ന് 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 വാച്ച് ടവറിൻ്റെ അടുത്തെത്തി. നമ്മൾ വന്നപ്പോൾ തന്നെ കവിരാജായിട്ട് നമുക്ക് പഴമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഫ്രഷപ്പായിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴോട്ടിറങ്ങി. നല്ല ചൂട് പുട്ടും കടലക്കറിയും പപ്പടവും പിന്നെ ഓംലെറ്റും എന്നാ വേണം പിന്നെ. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതേ ലഞ്ച് എത്തി. നല്ല ചോറും സാലഡും മെഴുക്കുവരട്ടിയും തോരനും പരിപ്പും എല്ലാം കൂടെ ഉള്ളൊരു അടിപൊളി ലഞ്ചുമായിരുന്നു. ഈ ഫുഡിനൊക്കെ എന്നെ ഇത്ര ടേസ്റ്റ് എന്നറിയാവോ? കവിരാജ് ചേട്ടൻ ട്രൈബലിൻ്റെ പാട്ടായതുകൊണ്ട് തന്നെ അവരുടേതായ ഓത്തൻറ്റിക് രീതിയിലാണ് ഈ ഫുഡും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മസാലക്കൂട്ടുകളെല്ലാം നന്നായി കുറച്ച് മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഫ്ലേവർ കൊടുത്തേക്കുക. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഇടപ്പാളയം വാച്ച് ടവറിനോട് അവസാനമായി ബായും പറഞ്ഞ് നമ്മൾ തിരിച്ച് നടന്നു. നിങ്ങൾ കാറിൻ്റെ ഷേപ്പിലുള്ള ബോട്ട് കണ്ടിട്ടുണ്ടോ? ദേ ഈ ബോട്ട് നോക്കിക്കേ, 2 ലൈറ്റും ബോണറ്റും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ലാൻഡിങ് ഏരിയയിൽ എത്തി നമ്മുടെ ചേട്ടന്മാരോട് ബായും പറഞ്ഞ് ഈ ട്രിപ്പ് അങ്ങനെ അവസാനിച്ചു.